അപ്പം വെൽക്കം ബാക്ക് ടു നമ്മളെ പുതിയ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഭയങ്കര ചൂടാണ്, ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് വിയർത്തൊലിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തായാലും നിങ്ങൾ മുന്നിൽ വന്ന് രണ്ടു വാക്ക് സംസാരിക്കുന്നുള്ളത്, അതുകൊണ്ട് ഇവിടെ നിന്ന് എണീച്ച് പോകാനും പറ്റുന്നില്ല. ഞാൻ കോഴിക്കോട് ജില്ല എരഞ്ഞിപ്പാലത്താണ് എൻ്റെ തറവാട്. ഞാൻ ചെറുപ്പം മുതൽ ജനിച്ചതും കളിച്ചതൊക്കെ ആ ഒരു ഭാഗത്താണ്, എരഞ്ഞിപ്പാലം. ഉപ്പൻ്റെ വീട് അവിടെയാണ്. ഉപ്പൻ്റെ വീട്ടിൽ ഉപ്പൻ്റെ ഉപ്പ, ഉപ്പൻ്റെ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പക്ക് 4 പെങ്ങന്മാരുണ്ട്, അതായത് അമ്മായിമാർ 4 പെങ്ങന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ അവിടെ അല്ല കേട്ടോ, എല്ലാവരും സെപ്പറേറ്റഡ് ആയിട്ടാണ്. എല്ലാവരും ഓരോ ഏരിയയിലേക്ക് സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. ഓരോരോ ഫാമിലി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മടവൂർ CM മക്കാം. കോഴിക്കോടുകാർക്ക് എല്ലാവർക്കും അറിയാൻ മതി, മടവൂർ CM മക്കാം. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷം എങ്ങനെ ആയിട്ടുണ്ടാവും ആ ഭാഗത്തേക്ക് എത്തിയിട്ട്. അപ്പം എൻ്റെ വീട്ടിൽ ഉമ്മ, അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് അളിയൻ ആരന്തൂര് മർക്കസിൻ്റെ ഒക്കെ ഒരു ബാക്ക് സൈഡ് ആയിട്ടാണ് അളിയൻ്റെ വീട് വരുന്നത്. അതുപോലെ ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു 3 വർഷം ആവാനായി. ഉപ്പ ഒരു ആക്സിഡൻറ്റിൽ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ JDT, അതുപോലെ തന്നെ കോഴിക്കോട് കിണാശ്ശേരി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മർക്കസ് കാരന്തൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു ബേസിക്കലി പറഞ്ഞു തന്നാൽ. എനിക്ക് ചൂടായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. വേഗം എങ്ങനെയെങ്കിലും റൂമിലെത്തിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ പറഞ്ഞ പോലെ ഞാൻ വന്ന് പറഞ്ഞില്ലല്ലോ എന്തായാലും വന്ന് വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വന്ന് ചെയ്യാണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഏതായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഏതായാലും ഇതുപോലെ ചെറിയ കണ്ടന്റ്. ഇപ്പം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളും കിട്ടുക. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഫ്രീ ആവുന്നതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ചെറിയ വീഡിയോസ് ഷോർട്സ് ആയിട്ടോ റീൽസ് ആയിട്ടോ അങ്ങനെ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക. ഇനി ഭാവിയിലേക്ക് നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരണം, നല്ല എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് പ്രയത്നിച്ച് തുടങ്ങണം. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്റ്റോറിയിലും മറ്റുള്ളതിലൊക്കെ ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക, ഫോളോ ചെയ്യുക. അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇരിക്കാൻ പറ്റുന്നില്ല, ചൂടാണ്, വിയർത്ത് വലിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നാളെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.